ഹോണ്ടറാസിന്റെ തീരദേശ മേഖലകളിൽ നടന്ന 2 വെടിവെപ്പുകളിലായി 6 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഹോണ്ടറാസിലെ ട്രൂജിലോ മുനിസിപ്പാലിറ്റിയിലുള്ള ഫാമിലാണ് ആദ്യത്തെ വെടിവെപ്പുണ്ടായത്. ഇവിടെ ജോലി ചെയ്യുകയായിരുന്ന 10ഓളം തൊഴിലാളികൾക്ക് നേരെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി കാർഷിക തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശവും കൂടിയാണിത്. ഗോട്ടിമാല അതിർത്തിയോട് ചേർന്നുള്ള കോട്ടോസ് ഡിപ്പാർട്ട്മെന്റിലെ ഒമോവ മുനിസിപ്പാലിറ്റിയിലാണ് രണ്ടാമത്തെ ആക്രമണമുണ്ടായത്. ഇവിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ് വക്താവ് എഡ്ഗാർഡോ ബരാഹണോ അറിയിച്ചു. ഹോണ്ടറാസിന്റെ തീരദേശ മേഖലകളിലാണ് വെടിവെപ്പ് നടന്നിട്ടുള്ളത്. 6 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ വടക്കൻ ഹോണ്ടറാസിലെ ട്രൂജിലോ മുനിസിപ്പാലിറ്റിയിലുള്ള ഫാമിലാണ് ആദ്യം വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ ജോലി ചെയ്തിരുന്ന 10ഓളം തൊഴിലാളികൾക്ക് നേരെയാണ് അജ്ഞാതരായ തോക്കുധാരികൾ വന്ന് വെടിയുതിർക്കുകയായിരുന്നു. ഇവർ ആരാണെന്നോ എന്താണോ ഇതുമായി യാതൊരുവിധ വ്യക്തതയും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ആദ്യത്തെ വെടിവെപ്പിൽ 10ഓളം തൊഴിലാളികൾക്ക് ആണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും രണ്ടാമത്തെ വെടിവെപ്പിലാണ് 6 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഗോട്ടിമാല അതിർത്തിയോട് ചേർന്നുള്ള കോട്ടോസ് ഡിപ്പാർട്ട്മെന്റിലെ ഒമോവ മുനിസിപ്പാലിറ്റിയിലാണ് ഇത്തരത്തിൽ അജ്ഞാതരായ വ്യക്തികൾ തോക്കുമായി എത്തി ആക്രമണം നടത്തിയത്. ഇവിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമികൾ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെയാണ് പോലീസ് നിയോഗിച്ചിട്ടുള്ളത്. ആരാണ് ഈ അജ്ഞാതർ എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.